ഒരു മിഷൻ ഗണ് ഇപ്പൊ വർക്ക് ചെയ്യാണ്. അത് ഒരു ഡയറക്ഷനിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാരും തന്നെ പേടിച്ച് അവിടെ നിൽക്കുകയാണ്. ഇതിനിടയിൽ 4-5 ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ മിഷൻ ഗണ്ണുകളും ഇപ്പൊ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഓരോരോ ഡയറക്ഷനിലേക്കായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ ഒരു ഗൊറില്ലകള് ഏത് വഴി വരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സെൻസറിനൊക്കെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് വെച്ചിട്ട് ഈ ഒരു ഭാഗമൊക്കെ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. തെർമൽ ക്യാമറ വഴി അങ്ങനെ സ്കാനിങ് നടത്തിയ സമയത്താണ് ഇവർക്ക് ചുറ്റുമായിട്ട് 15 കുരങ്ങുകൾ അങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളത് ഇവൾക്ക് മനസ്സിലാവുന്നത്. പെട്ടെന്ന് തന്നെ ക്യാമറയിൽ കണ്ടിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഇവരെല്ലാരും ഷൂട്ട് ചെയ്യാണ്. കുറെ സമയത്തിന് ശേഷം ആ ഒരു ഗറില്ലകള് അവിടുന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ എയിമിനെ ആ ഒരു ഭാഗത്തൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല നമ്മുടെ പ്രൊഫസറിനെയും അവിടെയൊന്നും കാണാനുണ്ടായിരുന്നില്ല. ആമിനെ കാണാനില്ലെന്ന് ഹീറോ പറഞ്ഞ സമയത്ത് തന്നെ അവൻ പറയാണ്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മിക്കവാറും അത് അതിന്റെ ഫാമിലിനെ തെരഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, അതുകൊണ്ട് തന്നെ നീ പേടിക്കേണ്ടെന്നൊക്കെ അയാൾ പറയാണ്. ഇപ്പോ ഈ ഒരു കോട്ടയുടെ ഉള്ളിൽ നമ്മുടെ ഹീറോയിന്റെ ഒരുപാട് ആൾക്കാരെ പെട്ട് കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അവരെയൊക്കെ രക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകുന്ന കാര്യം നോക്കാന്നൊക്കെ നമ്മുടെ മാൻഡ്രോ ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോട്ടയുടെ നേരെ ഇവരെല്ലാരും കൂടി നടന്ന് നീങ്ങാണ്. ഈ ഒരു കോട്ടയുടെ ഉള്ളിലെ ചുമര് കണ്ട സമയത്താണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ആ ഒരു സോളമൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന രാജാവ് ഈ കോട്ടയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള ഗൊറില്ലകളെയൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. അതിന് മനുഷ്യന്മാരെ എങ്ങനെയാണ് കൊല്ലേണ്ടത് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഗൊറില്ലകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോളമൻ രാജാവിനെതിരെ തിരിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കഥ തന്നെ അവിടെ വെച്ച് തീർത്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ മുന്നോട്ടേക്ക് നടന്നു പോവാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് തലയോട്ടികളും എല്ലിന്റെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നത് ഇവർ കാണുകയാണ്. സാധാരണ ഗൊറില്ലകളിലെ അവരുടെ തലയോടായിരുന്നു അത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർ നോക്കിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഭൂകമ്പം മാതിരി എന്തോ അവിടെ സംഭവിക്കുന്നത്. ഇവർ നിൽക്കുന്ന സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന തൂണുകളൊക്കെ ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായിട്ട് തുടങ്ങുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ കണ്ട വഴി കൂടെ ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഹോമാൽക്കോ ഇപ്പൊ പുറത്തു വരുന്നതായിട്ട് ഇവർ കാണുകയാണ്. ഇവരെ കണ്ടപ്പോ തന്നെ ഹോമാൽക്കോയ്ക്ക് ഒരുപാട് ആശ്വാസമാവുന്നുണ്ട്. ഈ ഒരു ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് എന്തെങ്കിലും വഴി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട് ഇവര്. ഇപ്പൊ ആമീനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭൂകമ്പം ഉണ്ടായ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ഒക്കെ ക്യാമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് അത് വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആരെയും അതിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പോയിട്ട് നമ്മുടെ ഹീറോയും ടീമും കൂട്ടിയിട്ട് ഒരു ചേംബറിന്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിലത്ത് ഒരുപാട് വൈരങ്ങൾ അങ്ങനെ ചെതറി കിടക്കുന്നതാണ് ഇവര് കാണുന്നത്. ഇത് കണ്ടപ്പോ നമ്മുടെ ഹോമാൽക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവനിപ്പോ അത് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. ഈ ഒരു സമയത്താണ് ഒരു വൈഡ് ആംഗിൾ കാണിക്കുന്നത്. നോക്കുമ്പോ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗം മുഴുവനായിട്ട് ചെറിയ ചെറിയ ഗുഹകള് ആ ഒരു ഭിത്തിയിലുണ്ടായിരുന്നു. ഈ ഓരോരോ ഓട്ടകളിൽ നിന്നും ഇപ്പൊ ഒരുപാട് ഗൊറില്ലകള് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അത് സാധാരണ ഇനത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്ന ഗൊറില്ലകളായിരുന്നില്ല. ഈ ഒരു നിധിയെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ സോളമൻ രാജാവ് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഗൊറില്ലകളായിരുന്നു അത്. ഹോമാൽക്കോണെന്നുണ്ടെങ്കിൽ താഴെ കിടന്നിട്ടുണ്ടായിരുന്ന വൈരങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് അവനിങ്ങനെ പെറുക്കി എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. ഒരെണ്ണം പോലും മിസ്സാക്കാനായിട്ട് പാടില്ല എന്നൊക്കെ അവനിപ്പോ വിളിച്ചു പറയുന്നുണ്ട്. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ആ ഒരു ഗൊറില്ലകൾക്കാണെന്നുണ്ടെങ്കിൽ